പ്രതിസന്ധികൾ നമ്മളുടെ ജീവിതത്തിൽ പലതും ഉണ്ടാവും. മറികടക്കുക എന്നുള്ളത് ഒരു സന്തോഷമായിട്ടിരിക്കുക. പണമല്ലല്ലോ പ്രധാനം. പണത്തിനേക്കാളും ഒക്കെ മുകളിൽ എന്ന് പറയുന്നത് ബന്ധങ്ങളാണ്. ബാങ്ക് ലോണുകൾ എന്ന് പറയുന്നത് ഞാൻ എല്ലാവർക്കും പറയാനുള്ളത് കഴിയുന്നത്ര ആരും എടുക്കാതിരിക്കാൻ നോക്കാം. ഈ വീട് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനൊരു ലോൺ എടുത്തതാണ്. ലോണ് തിരിച്ചടക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരു രീതിയിലായിരുന്നു. പതുക്കെ പതുക്കെ അടക്കാമെന്നൊക്കെയുള്ള ധാരണയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച മാതിരി നമുക്ക് അതിനുള്ള സാമ്പത്തിക സ്രോതസ്സൊന്നും ഇല്ലല്ലോ. എന്നാലും എനിക്ക് വേറൊരു വീടുണ്ടായിരുന്നു. ഒരു 8 സെന്റ് സ്ഥലത്ത് ജാഫർ കോളനിയിൽ ഞാൻ ആദ്യം താമസിച്ച വീടുണ്ടായിരുന്നു. അത് വിറ്റു. അതിലൊരു ഭാഗം ഞാൻ ഇതിന്റെ ലോണിന്റെ ഒരു ഭാഗമായിട്ട് അടച്ചു. ബാക്കിയുള്ള ഭാഗം അടക്കാൻ നമ്മൾ വൈകുന്തോറും അതിങ്ങനെ കൂടി വരുമല്ലോ. അപ്പൊ അതിനുള്ള മാർഗങ്ങൾ ഉണ്ടായിട്ടില്ല. അതാണ്, വിൽക്കാനൊന്നുമില്ല ഇനി. അത് പരിഹരിക്കേണ്ടത് ഞാൻ മാത്രമാണല്ലോ. ഇത് അടക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ പലതും നോക്കിയിരുന്നു. പക്ഷെ എന്തെങ്കിലും വഴിയുണ്ടാവും എന്ന് വിചാരിക്കുക. നമ്മളിതുവരെ ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്തെങ്കിലും മാർഗങ്ങളുണ്ടാവും. ഞാൻ 2 ലോണായിട്ട് എടുത്തത്. 70 ലക്ഷം രൂപയാണ് എടുത്തിരുന്നത്. ഇത് റെനോവേറ്റ് ചെയ്യാൻ വേണ്ടി. അതിൽ ഞാൻ പറഞ്ഞില്ല, അവിടെയുള്ളൊരു ഇത് വിറ്റിട്ട് കുറച്ച് പൈസ കൊടുക്കും. പക്ഷെ ഏകദേശം ഞാൻ 70-60ഓളം അടച്ചിട്ടുണ്ട്. പക്ഷെ വീണ്ടും 58-59 വരികയാണ്. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. മീറ്റർ ഇട്ട മാതിരിയല്ലേ.